ഓണം ക്വിസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ഒരു പേനയും പേപ്പറും എടുത്ത് പഠിച്ചു കഴിഞ്ഞവർ ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ ശ്രമിക്കുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പഠിച്ചു കഴിയാത്തവർ 1-2 തവണ വീഡിയോ കണ്ട ശേഷം ഒന്നുകൂടി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ചോദ്യം 1. ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ് ഏതാണ്? ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ് ഏതാണ്? ഉത്തരം കാശിത്തുമ്പ. ചോദ്യം 2. സംഘകൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സംഘകൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഇന്ദ്രവിഴ. ചോദ്യം 3. ഓണത്തിന് എത്രാമത്തെ ദിവസമാണ് പുലിക്കളി നടക്കുന്നത്? ഓണത്തിന് എത്രാമത്തെ ദിവസമാണ് പുലിക്കളി നടക്കുന്നത്? ഉത്തരം 4-ാമത്തെ ദിവസം, അതായത് ചതയം നാളിൽ. ചോദ്യം 4. ഓണവുമായി ബന്ധപ്പെട്ട പുലിക്കളിക്ക് പ്രശസ്തമായത് ഏത് ജില്ലയാണ്? ഓണവുമായി ബന്ധപ്പെട്ട പുലിക്കളിക്ക് പ്രശസ്തമായത് ഏത് ജില്ലയാണ്? ഉത്തരം തൃശ്ശൂർ ജില്ല. ചോദ്യം 5. ഓണത്തിൻ്റെ 5-ാമത്തെ ദിനം ഏതാണ്? ഓണത്തിൻ്റെ 5-ാമത്തെ ദിനം ഏതാണ്? ഉത്തരം അനിഴം. ഓണത്തിന് പ്രധാനമായും ഒരുക്കുന്ന വള്ളംകളി ഏതാണ്? ഓണത്തിന് പ്രധാനമായും ഒരുക്കുന്ന വള്ളംകളി ഏതാണ്? ഉത്തരം ആറന്മുള വള്ളംകളി. ചോദ്യം 7. ചിങ്ങമാസത്തിലെ ഏത് നാളിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്? ചിങ്ങമാസത്തിലെ ഏത് നാളിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്? ഉത്തരം ഉത്രട്ടാതി നാളിൽ. ചോദ്യം 8. ദൈവത്തോടുപമിച്ച് മണ്ണ് കൊണ്ട് ഒരുക്കുന്ന രൂപം ഏതാണ്? ദൈവത്തോടുപമിച്ച് മണ്ണ് കൊണ്ട് ഒരുക്കുന്ന രൂപം ഏതാണ്? ഉത്തരം തൃക്കാക്കരയപ്പൻ. ഏതു മലയാള മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്? ഏത് മലയാള മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്? ഉത്തരം ചിങ്ങമാസത്തിൽ. ചോദ്യം 10. ഓണസദ്യയിൽ പ്രധാനമായിട്ടുള്ള പഴം ഏതാണ്? ഓണസദ്യയിൽ പ്രധാനമായിട്ടുള്ള പഴം ഏതാണ്? ഉത്തരം വാഴപ്പഴം. ചോദ്യം 11. ഓണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നൃത്തരൂപം ഏതാണ്? ഓണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നൃത്തരൂപം ഏതാണ്? ഉത്തരം തിരുവാതിരക്കളി. ചോദ്യം 12. ഓണ ഉത്സവവുമായി ബന്ധപ്പെട്ട അമ്പലം ഏതാണ്? ഓണ ഉത്സവവുമായി ബന്ധപ്പെട്ട അമ്പലം ഏതാണ്? ഉത്തരം വാമനമൂർത്തി അമ്പലം അഥവാ തൃക്കാക്കര അമ്പലം. ചോദ്യം 13. ഏത് സ്ഥലമാണ് അത്തച്ചമയത്തിന് പ്രസിദ്ധമായത്? ഏത് സ്ഥലമാണ് അത്തച്ചമയത്തിന് പ്രസിദ്ധമായത്? ഉത്തരം തൃപ്പൂണിത്തറ. ചോദ്യം 14. മഹാബലിയുടെ മുത്തച്ഛൻ ആരായിരുന്നു? മഹാബലിയുടെ മുത്തച്ഛൻ ആരായിരുന്നു? ഉത്തരം പ്രഹ്ലാദൻ. ചോദ്യം 15. ഓണവുമായി ബന്ധപ്പെട്ട രാജാവ് ആരാണ്? ഓണവുമായി ബന്ധപ്പെട്ട രാജാവ് ആരാണ്?
ഉത്തരം മഹാബലി അഥവാ മാവേലി. ചോദ്യം 16. ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പൂവ് ഏതാണ്? ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പൂവ് ഏതാണ്? ഉത്തരം തുമ്പപ്പൂവ്. ചോദ്യം 17. ഓണവുമായി ബന്ധപ്പെട്ട ദൈവം ഏതാണ്? ഓണവുമായി ബന്ധപ്പെട്ട ദൈവം ഏതാണ്? ഉത്തരം വിഷ്ണു ഭഗവാൻ. ചോദ്യം 18. വള്ളംകളിയിൽ പാമ്പിൻ്റെ ആകൃതിയിലുള്ള വള്ളത്തെ എന്താണ് വിളിക്കുന്നത്? വള്ളംകളിയിൽ പാമ്പിൻ്റെ ആകൃതിയിലുള്ള വെള്ളത്തെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ചുണ്ടൻ വെള്ളം. ചോദ്യം 19. എന്താണ് തുമ്പിതുള്ളൽ? എന്താണ് തുമ്പിതുള്ളൽ? ഉത്തരം പരമ്പരാഗത നാടോടി നൃത്തമാണ് തുമ്പിതുള്ളൽ. ചോദ്യം 20. കേരളത്തെ കൂടാതെ ഓണത്തിന് അവധി നൽകുന്ന ഏക സംസ്ഥാനം ഏതാണ്? കേരളത്തിനെ കൂടാതെ ഓണത്തിന് അവധി നൽകുന്ന ഏക സംസ്ഥാനം ഏതാണ്? ഉത്തരം മിസോറാം. ചോദ്യം 21. സംഘകാലത്ത് ഇന്ദ്രവിഴ എന്നറിയപ്പെട്ട ഉത്സവം ഏതാണ്? സംഘകാലത്ത് ഇന്ദ്രവിഴ എന്നറിയപ്പെട്ട ഉത്സവം ഏതാണ്? ഉത്തരം ഓണം. ചോദ്യം 22. ഓണത്തുനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ്? ഓണത്തുനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ്? ഉത്തരം കായംകുളം. ചോദ്യം 23. വാമനപ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ്? വാമനപ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ്? ഉത്തരം തൃക്കാക്കര. ചോദ്യം 24. വാമനൻ്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്ന് അർത്ഥം വരുന്ന സ്ഥലം ഏതാണ്? വാമനൻ്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്നർത്ഥം വരുന്ന സ്ഥലം ഏതാണ്? ഉത്തരം തൃക്കാക്കര. ചോദ്യം 25. ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വേദം ഏതാണ്? ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വേദം ഏതാണ്? ഉത്തരം ഋഗ്വേദം. ചോദ്യം 26. മലബാറിൽ ഓണത്തിന് വരവറിയിച്ച് എത്തുന്ന തെയ്യം ഏത്? മലബാറിൽ ഓണത്തിന് വരവറിയിച്ച് എത്തുന്ന തെയ്യം ഏതാണ്? ഉത്തരം ഓണപ്പൊട്ടൻ. ചോദ്യം 27. എത്രാമത്തെ ഓണമാണ് കാടിയോണം? എത്രാമത്തെ ഓണമാണ് കാടിയോണം? ഉത്തരം 6ാമത്തെ. ചോദ്യം 28. പൂക്കളം എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? പൂക്കളം എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? ഉത്തരം പി. കുഞ്ഞിരാമൻ നായർ. ചോദ്യം 29. ബുദ്ധമത വിശ്വാസമനുസരിച്ച് ഏത് പദം ലോപിച്ചതാണ് ഓണം? ബുദ്ധമത വിശ്വാസമനുസരിച്ച് ഏത് പദം ലോപിച്ചതാണ് ഓണം? ഉത്തരം ശ്രാവണം. ചോദ്യം 30. അത്തപ്പൂക്കളത്തിൽ ആദ്യ ദിനം ഏത് നിറത്തിലുള്ള പൂക്കളാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? അത്തപ്പൂക്കളത്തിൽ ആദ്യ ദിനം ഏത് നിറത്തിലുള്ള പൂക്കളാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്?
ഉത്തരം ചുവപ്പ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്, ഓണവുമായി ബന്ധപ്പെട്ട തുമ്പിതുള്ളൽ എന്ന ചടങ്ങിന് പ്രസിദ്ധമായ ജില്ല ഏതാണ്? ഓണവുമായി ബന്ധപ്പെട്ട തുമ്പിതുള്ളൽ എന്ന ചടങ്ങിന് പ്രസിദ്ധമായ ജില്ല ഏതാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്ക് 30-ൽ എത്ര മാർക്ക് കിട്ടി എന്നുകൂടി കമൻറ്റ് ചെയ്യുമല്ലോ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബായ്.